ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കിഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂൾ 3യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ സംഭവം ഈ ഒരു മൂവിയിൽ നമ്മുടെ എലക്ട്ര എന്ന ക്യാരക്ടർ വരാൻ പോകുന്നുള്ള കാര്യം ഇപ്പം കൺഫേം ആക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിലെ കസാൻഡ്ര നോവ എന്ന ക്യാരക്ടറും വരും എന്നുള്ള കാര്യവും കൺഫേം ആക്കിയിട്ടുണ്ട്. സോ ഇത് 100% കൺഫേം തന്നെയാണ്. അപ്പം അവർ വരും കേട്ടാലും ഒരു മാറ്റമില്ല. അത് മാത്രമല്ല ഈ ഒരു മൂവി വന്ന് ഡെഡ്പൂൾ കിൽസ് ദ മാർവൽ യൂണിവേഴ്സ് ആയിക്കോട്ടെ, ഇത് ഡെഡ്പൂൾ സേവ് ദ മാർവൽ യൂണിവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഡെഡ്പൂൾ മാർവൽ യൂണിവേഴ്സിനെ രക്ഷിക്കാനാണ് പോകുന്നത്. കാരണം ട്രെയിലറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർവൽ ജീസസ് എന്നുള്ള കാര്യത്തിൽ. സോ ഡെഡ്പൂൾ മാർവൽ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ പോവുകയാണ്. കൂടാതെ ഈ ഒരു മൂവിയിൽ വന്ന് നമ്മുടെ കാങ്ങിൻ്റെ സ്റ്റോറി എൻഡ് ആക്കും എന്നാണ് പറയുന്നത്. സോ ഡെഡ്പൂളിനെ വെച്ച് കാങ്ങിൻ്റെ കാര്യം ക്ലോസ് ആക്കും എന്നാണ് പറയുന്നത്. സോ എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് നമ്മുടെ ഈ സാം റേമിയുടെ മൂവീസിൽ സാൻഡ്മാനായിട്ട് അഭിനയിച്ച ആക്ടറാണെങ്കിൽ ഇപ്പം സ്പൈഡർമാൻ 4 വരാൻ പോവുകയാണ്. നമ്മുടെ ടോബി മെഗ്വൈറിനെ വെച്ച് നമ്മുടെ സാം റേമി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾറെഡി ഇദ്ദേഹം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അത് ഒന്നും കൂടി എടുത്ത് പറയുകയാണ്. സോ മേ ബി സ്പൈഡർമാൻ 4 വരുമോ എന്തോ ആർക്കറിയാം. സോ വരാൻ ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു ആക്ടറാണ് പറഞ്ഞിട്ടുള്ള ആ മൂവിയിൽ. അപ്പം സാധ്യതകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ സോണി വന്ന് ഇപ്പം ഈ മാഡം വെബിൻ്റെ പരാജയത്തിനൊക്കെ ശേഷം ഈ ഒരു കാര്യം ക്ലോസ് ചെയ്തിട്ട് സ്പൈഡർമാനെ ഫോക്കസ് ചെയ്യാനുള്ള ടീമാണ് ചിലപ്പോൾ സോണി എടുക്കാനും സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ സോണി ആയതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ട്. കാരണം സോണി വന്ന് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പം കൊണ്ടിട്ട് ചളമാക്കുമെന്ന് പറയാനൊന്നും പറ്റില്ല. ബട്ട് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വന്നാൽ ഓഫ് കോഴ്സ് നമ്മുടെ ടോബി ഈസ് ബാക്ക്. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് നമ്മുടെ ഒരു വെനം 3യുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കോമഡി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് വെനം 3 കാസ്റ്റ് എന്ന് അടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൻ റൈഡേഴ്സിനെ വന്ന് ആഡ്മി ആയിട്ട് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തിനാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. സോ ഗൂഗിളിൻ്റെ പണി ഇത് തന്നെയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ഡോക്ടർ സ്ട്രേഞ്ച് 2ൻ്റെ കാസ്റ്റിലൊക്കെ എന്തോ നിറയെ ആൾക്കാരൊക്കെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ. അതേപോലെ തന്നെ ഡെഡ്പൂൾ 3യുടെ കാസ്റ്റിലും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഗൂഗിളിൽ, എന്താണെന്ന് അറിഞ്ഞുകൂടാ. സോ ഗൂഗിളിൻ്റെ പണി ഇത് തന്നെയാണ്. സോ ആരും ഗൂഗിളിനെ 100% ഒന്നും വിശ്വസിക്കല്ലേ. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ദ ന്യൂ വേൾഡ്. സോ അതിൽ വന്നിപ്പം ഒരു ചെറിയൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. സോ അതായത് ഈ മൂവിൽ ബക്കി വരില്ല എന്നുള്ള കാര്യം ആൾമോസ്റ്റ് കൺഫേം ആണ്. അതായത് ബക്കി എന്ന ക്യാരക്ടർ ഈ മൂവിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കൂടാതെ ഈ മൂവിൽ വില്ലനായിട്ട് ലീഡർ എന്ന ക്യാരക്ടറാണ് വരാൻ പോകുന്നതാണ് പറയുന്നത്. സോ നല്ലൊരു വില്ലനാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പടത്തിൽ നന്നായിട്ട് ലീഡറിനെ കാണിച്ചാൽ കൊള്ളാം. പിന്നെ ഒന്ന് മാഡം വെബ് എന്ന മൂവി വലിയ ഫ്ലോപ്പാണ്. സോ ഈ മൂവിയിൽ സ്പൈഡർ വുമനായിട്ട് അഭിനയിച്ച നമ്മുടെ സിഡ്നി സ്യൂനി ആണെങ്കിൽ ഇപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്നൊന്ന് കേട്ടു നോക്ക്. You might have seen me in Anyone But You or Euphoria. You definitely did not see me in Madam Web. അതായത് സിഡ്നി സ്യൂനി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്ന് മാഡം വെബ് മൂവിയിലെ അഭിനയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ വന്ന് എനിവൺ ബട്ട് യു എന്നുള്ള മൂവിയിലാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ അതിൽ അഭിനയിച്ച ആക്ട്രസിനെ അതിൽ അഭിനയിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പം കണ്ട നമ്മളൊക്കെ എന്തൊരു പൊട്ടന്മാരാ. സോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ മാർവൽ സൈഡിലുള്ള അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വന്ന് നമ്മൾ നേരെ DC സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ ലെഗസി മൂവിയുടെ ടൈറ്റിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സൂപ്പർമാൻ എന്ന് മാത്രം ആക്കിയിട്ടുണ്ട്. അതായത് ഈ മൂവിയുടെ പേര് വന്ന് സൂപ്പർമാൻ എന്ന് മാത്രമാണ്. ഓക്കെ, അതെനിക്കെന്തോ കൊള്ളാമെന്നാണ് തോന്നുന്നത്. കാരണം പറയാനും കുറച്ച് ഈസി ആയിട്ടുണ്ട്. പെട്ടെന്ന് ആൾക്കാരുടെ ഒക്കെ ഒരു ശ്രദ്ധയും കിട്ടാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോഗോയും വന്നിട്ടുണ്ട്. സോ ലോഗോ കാണാൻ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കിങ്ഡം കോമിക്സിലുള്ള സൂപ്പർമാനെ ഫോക്കസ് ചെയ്താണ് എന്നാണ് തോന്നുന്നത്, ആ ഒരു സൂട്ടും കാര്യങ്ങളൊക്കെ. സോ എന്തായാലും നന്നായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ബ്രേവ് ബട്ടിസ്റ്റ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ബെയിനായിട്ടുള്ളൊരു ഫാൻ ആർട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് സൂപ്പർ വില്ലനായിട്ട് അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് ഫാൻസ് ആണെങ്കിൽ പുള്ളിയായിരിക്കും ഇപ്പോൾ DCയിൽ വരാൻ പോകുന്ന ബാറ്റ്മാൻ മൂവിയിൽ ബെയിനായിട്ട് അഭിനയിക്കാൻ പോകുന്നതൊക്കെയാണ് പറയുന്നത്. സോ ചാൻസസ് ഉണ്ട്, പറയാൻ പറ്റില്ല. നല്ല കാസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാറ്റ്മാൻ മൂവിയുടെ ആ ഒരു ബാറ്റ്മാൻ്റെ ഉടനെ തന്നെ കാസ്റ്റ് ചെയ്യും. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ DC സൈഡിലുള്ള അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ അനിമി സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ക്രിഞ്ചി റോളിൻ്റെ അനിമി അവാർഡ്സ് നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം രേഷ്മികയൊക്കെ ഉണ്ടായിരുന്നു അവാർഡ്സിലൊക്കെ അനൗൺസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അത് ഉറപ്പായിട്ടും കൊള്ളായിരുന്നു സംഭവം. അപ്പം ഏറ്റവും കൂടുതൽ അവാർഡ്സ് കിട്ടിയിട്ടുള്ള നമ്മുടെ ജുജുത്സു കൈസനാണ് നിറയെ അവാർഡ്സ് വാരിക്കോരി കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ അനിമി ചാനലിലുണ്ട്. ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. കമ്മ്യൂണിറ്റി ടേബിളിൽ ഇട്ടിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. സോ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്.
ഇനി വന്ന് ഹോളിവുഡ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ജുറാസിക് വേൾഡിൻ്റെ റീബൂട്ടിൻ്റെ ആ ഒരു ടൈറ്റിൽ വന്ന് ജുറാസിക് സിറ്റി എന്നാക്കാൻ പോകുന്നതാണ് പറഞ്ഞത്. ഇത് 100% കൺഫേം അല്ല, ബട്ട് മോസ്റ്റ്ലി ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പടം വന്ന് ജുറാസിക് വില്ലേജ് ആയിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. സോ എന്തായാലും ജുറാസിക് സിറ്റി എന്ന് ടൈറ്റിൽ മാറ്റാൻ പോവുകയാണ്. സോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വന്ന് നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയറിൻ്റെ ഒരു TV സ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന് നമ്മുടെ കോങ് ആണെങ്കിൽ ഗോഡ്സിലയുടെ പുറത്ത് കയറി പോകാനായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ സംഭവം കൊള്ളാമല്ല. എന്തായാലും പടത്തിൻ്റെ ഹൈപ്പ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ആൾറെഡി TV സ്പോട്ടിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നമ്മുടെ ചാനലുണ്ട്, ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് അപ്ഡേറ്റ് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.